സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഫോട്ടോ കൊച്ചിയിലാണ് കേട്ടോ. ഇന്ന് മഴയിൽ കുളിച്ചൊരു റൈഡാണ്. വേനൽ മഴ തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണുമുട്ടി ഇറങ്ങി റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, മഴയെങ്കിൽ മഴ ചവിട്ടാന്ന് കരുതി, എക്സസൈസ് മുടക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിയിലെ അവസ്ഥയൊക്കെ ഇത് കുറച്ച് മോശം ഉണ്ടാ. മഴയെ തുടർന്ന് റോഡുകളൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റൈഡിൻ്റെ ഇടയിൽ മഴ പെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ നിലവിൽ മഴയില്ല. നമ്മളൊരു 5:45 സ്റ്റാർട്ട് ചെയ്യാൻ കരുതിയത്. പക്ഷേ നോക്കിയപ്പോൾ ആ സമയത്ത് ഭയങ്കര മഴ. അങ്ങനെ കുറച്ച് വെട്ടം വെച്ചിട്ടൊക്കെ പയ്യെ ഇറങ്ങിയത് കണ്ട. അവിടെയൊക്കെ ഭയങ്കര വെള്ളക്കെട്ടൊക്കെയാണ്. ഇനിയും നമ്മളിപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ റൈഡിൻ്റെ ലക്ഷ്യം ഞാനിപ്പോൾ ഫോട്ടോ കൊച്ചിയിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകളൊന്നും ഈ സമയത്തില്ല, കാരണം ഓഫ് സീസണായി. ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു ചെറിയൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫോട്ടോ കൊച്ചി, ഈ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ബീച്ച്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ഡച്ച് സെമിട്രി, ഡച്ച് പാലസ്, ജ്യൂസ് സ്ട്രീറ്റൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടൊരു സ്ട്രാവ റെക്കോർഡ് അവർക്കൊന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ റൈഡുമായി അതും ചെയ്യാമെന്നുള്ള കണക്കൂട്ടിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഒരു ഗോപ്രോ മൗണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, രാവിലെ കൊച്ചി കാണാത്തവർക്ക് ചെറിയൊരു കൊച്ചി കാഴ്ചകൾ കാണാം രാവിലത്തെ. ഇനി വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ സൈക്ലിസ്റ്റുകളൊന്നും ഇല്ല. ഇതൊക്കെ കാറ്റും മഴയൊക്കെ വന്നിട്ട് ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. എക്സസൈസിനൊക്കെ ആൾക്കാരിന്ന് കുറവായിരിക്കും, കാരണം മഴ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട. ഇപ്പോൾ ഈ മരങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേഘമൊക്കെ ഇത്തിരി അങ്ങോട്ട് കറുത്തിരണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കറക്കം ഉണ്ടാവും. അപ്പം ആ ഒരു സിമ്പിൾ വീഡിയോ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോരാ. സാധാരണ നമ്മൾ ഈ റോഡെത്തുമ്പോഴേ ആളുകൾ ജോഗിങ്ങിന് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈക്ലിങ്. നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ സുംബ ഡാൻസ് ആൾക്കാർ കളിക്കുന്നതാണ് ഗ്രൂപ്പായിട്ട്. അപ്പോൾ അത് പെയ്ഡൊന്നുമല്ല കേട്ടോ, ആർക്കും വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം. അത് മ്യൂസിക് ബോക്സൊക്കെ ആയിട്ട് വന്നിട്ട് പങ്കെടുക്കും. അങ്ങനെ എല്ലാവരും സുംബ ഡാൻസ്, പ്രായമുള്ളവരെല്ലാവരും ഉണ്ട്, ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട്. ഇത് കണ്ടോ, അപ്പോൾ റോഡൊക്കെ ആകെ തന്നെ ഞാൻ അങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ കാരണമായിട്ടാണ് ആൾക്കാരൊന്നും റോഡിലില്ലാത്തത്. പിന്നെ ടൂറിസ്റ്റ് ഓഫ് സീസണാണല്ലോ, ടൂറിസ്റ്റുകളൊന്നുമില്ല കാര്യമായിട്ട്. അതായത് നമ്മൾ നേരെ ഫോട്ടോ കൊച്ചി ബീച്ചിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. അവിടെ പോയിട്ട് ഞാൻ സ്ട്രാവ ഓൺ ചെയ്തിട്ട് ഒരു നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു സർക്കുലർ റൈഡ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സ്ട്രാവ ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം നമ്മളുള്ളത് ഫോട്ടോ കൊച്ചി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിനോട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചെറിയൊരു ഫീസും ഉണ്ട് കേട്ടോ. ഇപ്പം അതിരാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കുമ്പോഴൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കുറേ കച്ചവടക്കാരൊക്കെ വലതു ഭാഗത്തുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് ഫിഷിംഗ് നെറ്റ് 10-22 ഉണ്ട് ഈ ഒരു തീരത്ത്. അപ്പോൾ അതെ ഇവിടെ നിന്നാൽ ഷിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. ചീനവലകളൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വലിക്കുകയും ചെയ്യാം. ആ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല വൈബുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട. ഇത് കണ്ട, ഇപ്പോൾ നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല. നമുക്ക് ഷിപ്പൊക്കെ പോകുമ്പോൾ വളരെ അടുത്ത് നിന്ന് കാണാം കേട്ടോ. അതാണ് ഇവിടത്തേക്ക് ഒരു ഹൈലൈറ്റ്. ഈ ഒരു ഏരിയയിൽ നിന്നതിന് ഷിപ്പ് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാം. വലിയ വലിയ പാസഞ്ചർ ഷിപ്പൊക്കെ പലപ്പോഴും ഈ കൊച്ചിയിലൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. നമുക്ക് ഐലൻഡിലാണ് ഇൻ്റർനാഷണൽ ക്രൂസ് ഷിപ്പ് ടെർമിനൽ ഉള്ളത്. ഇനി നമുക്ക് നേരെ മുന്നോട്ട് പോകട്ടെ. വാസ്കോഡ ഗാമ സ്ക്വയർ വഴി നമുക്ക് അങ്ങോട്ട് പോവാം. 1350, 1450 കാലഘട്ടങ്ങളിലാണ് കേട്ടോ ചൈനക്കാർ ഈ ഒരു ചീനവലകൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. അല്ലേ, ഇതിപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്ന ഫോർട്ട് കൊച്ചിയിലെ പുതിയ മെട്രോയുടെ ഹബ്ബാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ അച്ചുക്കാൻ്റെ ചായക്കട ഭയങ്കര പോപ്പുലറാണ്. പുള്ളിക്ക് രാവിലെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതേ നമ്മളത് ചിൽഡ്രൻസ് പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് ശരിക്കും നവീകരിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റൗണ്ട് ചുറ്റിയിട്ട് നേരെ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്ക് പോവാം. ഇത് ഈ ഒരു പാർക്കിനടുത്തുള്ള ജംഗ്ഷനാണ് കേട്ടോ. പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയും, മെയിൻ റോഡാണത്. മെയിൻ ഷോപ്പിംഗ് ഏരിയയൊക്കെയാണ് ടൂറിസ്റ്റുകൾക്ക്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ വാസ്കോഡ ഗാമ സ്ക്വയർ പോവാം. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യാൻ വേണ്ടി കുപ്പിയുടെ മാതൃകയിൽ കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊരു ബോധവൽക്കരണം കൂടിയാണ്. കുപ്പി കാണുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടുക. എന്നാലും സംഭവം കൊള്ളാമല്ലേ, നിലനിന്നാൽ മതി. അപ്പോൾ ഇവിടുന്ന് നേരെ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്ക്. ഈ ബിൽഡിങ്ങൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ. ഈ ഒരു ഏരിയ ഉണ്ട് വാസ്കോഡ ഗാമ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചീനവലകൾ വലിക്കുന്നതായിട്ട് കാണാം. ഒരുപാട് ചീനവലകൾ ഇതിൻ്റെ സൈഡിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഫിഷ് സ്റ്റോളുകളുണ്ട്. അതായത് ഫിഷ്
ഹോൾസെയിലായിട്ട് കൊണ്ടുവന്നിട്ട് ചെറുകിട കച്ചവടക്കാർക്ക് ലേലം വിളിച്ച് കൊടുക്കുന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. അതിരാവിലെ വന്നോട്ടാ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല പച്ച പടക്കണ മീൻ കാണാം. എല്ലാ മീനും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇത് അറ്റത്തേക്ക് നടക്കുകയാണെങ്കിൽ ആ പ്രൊമനേഡ് വാക്ക് വേ വരെ ഒരു 1 കിലോമീറ്റർ ഈ വാക്ക് വേ കൂടി നടന്ന് കാറ്റും കൊണ്ട് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ സൺസെറ്റൊക്കെ കാണാട്ടാ. ഇതിനടുത്ത് തന്നെയാണ് കേട്ടോ ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നമ്മൾ പള്ളി വരെ ഒന്ന് പോയിട്ട് ഈ റോഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഒരാൾ റോഡിലില്ല കേട്ടാ. ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇതാണ് കേട്ടോ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയും. വാസ്കോ ഡ ഗാമ പള്ളി എന്നും പറയും. 1503 യൂറോപ്യൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളിയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോകളായിട്ട് പതിയെ ഓരോ മോണിമെൻറ്റ്സായിട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. നമുക്ക് സമയക്കുറവാണ് നമ്മുടെ വീഡിയോയിൽ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ നിർത്തി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു തന്നെ. ഇനി നമുക്ക് നേരെ പ്രൊമനേഡ് വാക്ക് വേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ എൻഡ് ചെന്ന് തീരുന്ന സ്ഥലത്തേക്ക് പോകാട്ടോ. പള്ളിയുടെ തൊട്ടടുത്ത് കാണുന്നത് ഈ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ, ബ്രിട്ടീഷ് പരേഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ രാവിലെ നല്ല ഫുട്ബോൾ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് മഴയൊന്നും പ്രശ്നമില്ല കേട്ടോ, തകർക്കുകയാണ് കളി. അതിനടുത്താണ് ഡച്ച് സെമെട്രി റോഡ്. നമ്മളിപ്പോൾ ആ റോഡിലാണ്. ഇത് എന്നിട്ട് അതിൻ്റെ എൻഡ് എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഡച്ച് സെമെട്രി ആണ് കേട്ടോ. 1724 ഈ ഒരു സെമെട്രി നിർമ്മിച്ചത്. ഗേറ്റ് ക്ലോസ് ആണ്, എങ്കിലും പുറത്തുനിന്ന് കാണാം. ഇതിവിടെ ഇവർ രാവിലെ എക്സസൈസും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു കോർണറിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിനടുത്തായിട്ട് കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഭിത്തിയിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഭിത്തിയിൽ കലാകാരന്മാർ കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതായിട്ട് കാണാം. കണ്ട ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ് ഇതിന് ചുറ്റുമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വലതു ഭാഗത്താണ് ഇതിൻ്റെ ബീച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. വാക്ക് വേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നമുക്ക് വാക്ക് വേ സ്റ്റാർട്ട് ചെയ്ത് വാസ്കോ ഡ ഗാമ സ്ക്വയർ വഴി ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡ് വരെ പോകാം കേട്ടോ. കണ്ടാ ഇപ്പോൾ സീ ഭയങ്കര റഫായിട്ടൊക്കെയാണ്. ഇപ്പോൾ ലൈഫ് ഗാർഡ്സൊക്കെ ഉണ്ട്. നീന്തലൊന്നും അനുവദിക്കൂല. നമുക്ക് അവിടേക്ക് നിന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് പേര് ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ ഇവർ ആരും അനുവദിക്കാത്തത്. നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചി വെളി വഴി കറങ്ങി മട്ടാഞ്ചേരിക്ക് കൊണ്ടു പോകേണ്ട. അവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ട്. ചിലപ്പോൾ ഉന്തി തള്ളിക്കയറണം. നമ്മൾ മട്ടാഞ്ചേരിക്ക് പോകണേണ്ട. അപ്പം അതിനുള്ളൊരു ഷോർട്ട് കട്ടാണിത്. ഇതുപോലത്തെയൊക്കെ ഒരു വഴി ഇത്തിരി ലോങ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. കാലത്താണ് കയറോ. കറക്റ്റായില്ല. മട്ടാഞ്ചേരിക്കടുത്തുള്ളൊരു ടെമ്പിളാണിത്. കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രം എന്നാണ് പറയണത്. അതായത് ഗൗഡ സരസ്വതി ബ്രാഹ്മിൺസ് എന്നാണ് ഈ ഒരു സമൂഹത്തെ അറിയപ്പെടുന്നത്. ഇവർ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് കൊച്ചിക്ക് കുടിയേറി പാർത്തതാണ്. അവിടെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ കൂറ്റൻ മണിയുള്ളത് സൗത്ത് ഇന്ത്യയിലെ. ഇത് മട്ടാഞ്ചേരിക്ക് അടുത്താണ്. ഹിന്ദുക്കൾക്ക് മാത്രം ഉണ്ടാ അമ്പലത്തിനകത്തേക്ക് പ്രവേശനം. അങ്ങനെ നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ളത് ജൂ സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ജൂതത്തെരുവ്. ഇത് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ആണ് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ സാധാരണ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതിരാവിലെ ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. പ്രത്യേകിച്ച് മഴയും, അതുകൊണ്ടാണ് ആരും നടക്കാനും ഇല്ലാത്തത്. ഇതാണ്ട ഈ ഇരുവർഷവും നമുക്ക് ഒരുപാട് സ്പൈസസ് ഷോപ്പുകളും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കാണാം. ഇതാണ് ജൂതത്തെരുവ് കേട്ടോ. അതുപോലെ ഈ ജൂതപ്പള്ളി നിർമ്മിച്ചത് 1568 കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ സീസണിൽ വന്നു പോകുന്ന സ്ഥലമാണ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഇതിനെ ചുറ്റപ്പറ്റിയൊക്കെ. പിന്നെ അതുകൂടാണ്ട് തന്നെ അതെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തിരിഞ്ഞാൽ ഈ ജൂതത്തെരുവ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ബസാർ റോഡിലോട്ട് കിടക്കാം കേട്ടോ. അത് ഫോർട്ട് കൊച്ചിക്കുള്ള സൈക്ലിസ്റ്റിനും വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു വഴിയാണ്. ഈ റോഡ് തീരുമ്പോൾ നമ്മൾ ഡച്ച് പാലസിൻ്റെ പുറകിലെത്തും കേട്ടോ. പുറകിൽ ഡച്ച് പാലസ്, അതിലൂടെ എൻട്രൻസ് ഉണ്ട്. അതിന് മുൻവശത്ത് പോയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം.
ഇതാണ് ഡച്ച് പാലസിൻ്റെ എൻട്രൻസ്. പുറകോഷമുണ്ട്. ഇത് 1557 പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിച്ചത്. ഡച്ച് പാലസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ മിറർ നല്ല യൂസ്ഫുൾ ആണ്. ഇതുണ്ടോ, ഏരിയ മൊത്തം കാണാം. നമ്മുടെ ബാക്ക് സൈഡ് ഞാൻ അഫിൻ്റെ കണ്ടിട്ടുണ്ടോ വാങ്ങിയത്. ഇത് ചെയ്തണ്ട സംഭവം സിമ്പിളാണ്ടോ, പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എങ്ങനെ പൊക്ക അങ്ങനെയൊക്കെ. ഓ അടിപൊളി. അപ്പോൾ പറഞ്ഞ 2 എണ്ണം കിട്ടും കേട്ടോ. 330 രൂപ. അപ്പോൾ 165 രൂപ ഒരെണ്ണം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എവിടെയും മുട്ടാണ്ടൊക്കെ നോക്കിയാൽ കുറേ കാലം ഉപയോഗിക്കാം അല്ലേ. യെസ്, ഒന്നിട്ട് കൊടുക്കാലോ. ഡച്ച് പാലസിന് നേരെ കിടക്കുന്ന ഈ റോഡാണ് കേട്ടോ, ബസാർ റോഡ്. അതായത് 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ട വ്യാപാരികൾ വന്നിരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ വരുന്നവർ ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. നമുക്ക് ഇതിലൂടെ നടക്കുമ്പോഴോ സൈക്ലിങ്ങിൽ ചവിട്ടുമ്പോഴോ സ്പൈസസ് ഗോഡൗണൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കോഫിയുടെയും ഡ്രൈ ജിഞ്ചറിൻ്റെയും ഒക്കെ നല്ല സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഈ റോഡിൻ്റെ എൻഡ് നമ്മൾ ചെല്ലുന്ന നിൽക്കുന്നത് കുര്യച്ചൻ്റെ നാടാന്ന് കേട്ടിട്ടില്ലേ? കുര്യച്ചൻ്റെ നാട, അതായത് കൂനൻ കുരിശ്. ആ ഒരു സ്ഥലത്താണ് കേട്ടോ. അതായത് ഒരുപാട് വിശ്വാസികളൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഈ റോഡിൻ്റെ അറ്റം പോയിട്ട് ആ വഴിയാണ് നമ്മൾ എന്ത് ചെന്ന് നിൽക്കുമ്പോഴും ഇത് ഫോർട്ട് കൊച്ചി ഫെറി എത്തൂട്ടാ. ഫെറിയിലോട്ടാണ് ഈ ഒരു റോഡ് എത്തിച്ചേരുന്നത്. ഇവിടെ എന്താ ഷൂട്ടിങ്ങൊക്കെ നടക്കുകയുള്ള ബസ്സും ക്യാരവാനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ? ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കുര്യച്ചൻ്റെ നട. ഇപ്പോൾ അവിടെ എത്തുമ്പോൾ കാണാൻ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും. കണ്ടാ കച്ചവടം, ചെറിയ മെഴുകുതിരിയൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരും മുല്ലപ്പൊക്കെ വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡ് കണ്ടിന്യൂ ചെയ്തിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകട്ടെ. അങ്ങനെ നമ്മൾ ഉള്ളുവഴികളൊക്കെ കയറിയിട്ട് നേരെ വീണ്ടും ഫോർട്ട് കൊച്ചിയിലോട്ട് പോകണം കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് സ്ട്രാവ ക്ലോസ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി കാണിച്ചു തരാൻ കേട്ടോ. നമ്മുടെ ധോബിഖാന എന്ന് പറയും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി വലി വീണ്ടും എത്തിയിട്ട്, അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി വലി ഗ്രൗണ്ടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം ധോബിഖാന എന്ന് പറയും. അതായത് 1920 ഈ ഒരു 1 man കമ്മ്യൂണിറ്റി എന്ന് പറയും കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവർ. ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടിയിട്ട് ലോണ്ട്രി, അതായത് അലക്കി ഇസ്ത്രി ഇട്ട് കൊടുക്കുന്നൊരു സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വലിയൊരു ബിസിനസ്സാണ് ഇവരുടെ. അതായത് ഇൻഡിവിജ്വൽ ഫാമിലീസാണ് ബിസിനസ് ചെയ്യുന്നത്. ഹോട്ടലിൽ നിന്നും ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അലക്കാൻ കൊടുക്കും. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കരിപ്പെട്ടി കൈയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാഷിങ്ങാണ്. അതൊക്കെ ഉണക്കാനൊക്കെ ഇടുന്ന കാഴ്ച വളരെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ഒരു ആർച്ച് കണ്ട, ഇവിടെ ധോബിഖാന എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചി വരുന്നവർ ഈ ഒരു കാഴ്ച മിസ് ചെയ്തിട്ടാ. ഇവിടെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ കാണാട്ടാ. അവിടെ ഒരു ടിപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിനകത്തേക്ക് ടിപ്പ് ഇടാം. അപ്പോൾ ഇനി നമ്മൾ നേരെ മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ്. ഇതിവിടെ അടുത്തൊരു പെറ്റ് ഷോ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മെയ് 22 തുടങ്ങി ജൂൺ 2 വരെ. ഇതിനടുത്ത് തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയിട്ടാ. അപ്പം മഴയില്ല എന്നുള്ള ഒരു പരാതി വേണ്ട. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. അത് കണക്കാക്കിയിട്ട് അപ്പോൾ ഞാൻ ചായ പിടിക്കാം. പിന്നെ ഓക്കെ ചായ പിടിക്കാം. ചായ പിടിക്കാം. പെട്ടെന്ന് പോയിട്ടൊരു മഴ. ഞാൻ നമ്മൾ ചെറുപ്പം മുതലൊരു ഇഷ്ടമാണ് ഈ മഴയൊക്കെ എൻജോയ് ചെയ്യുന്നുള്ളത്. പക്ഷേ അത് സൈക്കിൾ ഓട്ടുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം. നല്ല അപകടം കൂടിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഓവർ സ്പീഡ് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ. നല്ലൊരു കാലാവസ്ഥ പോലെ